ആ നന്ദ, നീ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എവിടെ? വീട്ടിലുണ്ടോ? ആ, വീടിനടുത്ത് തന്നെ. എന്താ? അല്ല, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ദേവിക ഇപ്പൊ വിളിച്ചിരുന്നു. ഓ, അച്ഛനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിച്ചത് അല്ലേ? അങ്കിള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലേ? ആ, പോയി. ഞങ്ങളുടെ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. ഇറങ്ങിപ്പോയ പിന്നെ രക്ഷപ്പെട്ടല്ലോ. തിരിച്ചു വരട്ടെ. മുരളി, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഇനി ബാക്കിയുള്ളൂ. അമ്മയും ഞങ്ങളൊക്കെ ഉറപ്പിച്ചെന്നെ നിൽക്കുന്നേ. എടാ, അതൊക്കെ ആയിക്കോട്ടെ. ആദ്യം നീ അങ്കിൾ എവിടെയാണെന്നൊന്ന് അന്വേഷിക്കുക. എന്തിന്? ഇവിടെ സ്വസ്ഥത കിട്ടാത്തോണ്ട് ചിലപ്പോ അവളുടെ വീട്ടിലേക്ക് പോയതായിരിക്കും. നന്ദ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ആ തനുജയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും. പോയിട്ട് വരട്ടെ. നന്ദ, നിന്റെ വിഷമമൊക്കെ എനിക്കറിയാം. പക്ഷെ നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. വെറുതെ വഴക്കുണ്ടാക്കി വിഷയം വളർത്താതെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ നോക്ക്. വിഷയം വഷളായി കഴിഞ്ഞു. എടാ, സോഷ്യൽ മീഡിയയിൽ നാട്ടുകാർ കണ്ടു കഴിഞ്ഞു. കാണുന്നവർ ഷെയറും ചെയ്യുന്നുണ്ട്. തനൂജ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് അച്ഛൻ അതിന് ചെവി കൊടുക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? അവള് പറഞ്ഞത് ശരിയാണെന്നല്ലേ? എടാ മുരളി, ഞാൻ വിളിക്കാം. എടാ നന്ദ, എന്താ മുരളിട്ട നന്ദൻ പറഞ്ഞേ? അവൻ രണ്ടും കൽപ്പിച്ച് തന്നെയാ. അച്ഛനെ വിളിക്കുകയില്ല, അന്വേഷിക്കുകയില്ല. ഞാനേ എന്തായാലും നോക്കിയിട്ട് വരാം. സർ, ഗിരി, ഇതെന്താ സർ ഇവിടെ? വെറുതെ ശിവക്ഷേത്രത്തിൽ ഉത്സവമല്ലേ? ഓ, അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും രജനി എല്ലാവരും കൂട്ടി വരുമായിരുന്നല്ലോ. ഇടയ്ക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി നിൽക്കുന്ന ഒരു പതിവുണ്ട്. ആ, ശരി ശരി. എന്നാ സാർ വണ്ടി കയറ്, ഞാൻ വീട്ടിലാക്കാം. വേണ്ട ഗിരി, താൻ പൊക്കോ. ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓ, അതൊക്കെ സാർ സൗകര്യം പോലെ വന്നാ മതി. ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. സാർ വാ. എനിക്ക് 2 കൂട്ടുകാരെ കൂടെ കാണാനുണ്ട്. കണ്ടിട്ട് ഞാൻ പൊക്കോളാം. ശരി. സാറിനെ ഒഴിവാക്കി പോവാണല്ലേ? അങ്ങനെയല്ല ഗിരി. സാറിടയ്ക്ക് എന്നോട് പറഞ്ഞിരുന്നു എന്നൊരു മകനെ പോലെ കാണുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു മകനാണെന്ന് കരുതി എന്നോട് പറയാമോ എന്താ സംഭവിച്ചതെന്ന്? ഗിരിയോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഞാൻ പറയാം ഗിരി, സത്യമായിട്ടും പറയുക. ഇപ്പൊ കേൾക്കുന്നതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ്. അത് പക്ഷേ കയ്യിൽ തെളിവുകൾ കാണിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒന്നല്ല. മീര കേസിൽ ദേവിയും നന്ദനും കുറ്റവാളികളെല്ലാം തെളിയിക്കാൻ ഇത്രയും സമയം എടുത്തില്ലേ? അതുപോലെ സമയമെടുത്തേ ഇതും തെളിയിക്കാൻ പറ്റൂ. ആ സത്യം ബോധ്യമാവുന്നതുവരെ എന്നെ സംശയിച്ചോട്ടെ എല്ലാവരും. ഞാൻ ആക്ഷേപങ്ങളും അവഹേളനങ്ങളും സഹിക്കേണ്ടി വരും. സാർ പറഞ്ഞെനിക്ക് വിശ്വാസമാവുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടുന്നില്ല. ഇത് സ്വാഭാവികമായി തന്നെ തീരണം. എന്തായാലും സാറി പോവാ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്കറിയാം താൻ എന്നെ അവിചാരിതമായി കണ്ടുമുട്ടിയതല്ലാന്ന്. എന്നെ തിരക്കി ഇറങ്ങിയതല്ലേ? സത്യമല്ലേ? എന്തായാലും ഗിരി എന്നെ അന്വേഷിച്ചു വന്നതിലും എന്നെ മനസ്സിലാക്കിയതിലും വളരെ സന്തോഷമുണ്ട്.
ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.